ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിലൊന്ന് പോയി ഫുഡ് കഴിക്കണമെന്ന്. ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോഴും പറ്റിയില്ല. സോ നമ്മൾ ഖത്തർ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഷെഫ് പിള്ള ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടി ഒന്ന് അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു ഡ്രിങ്കായിട്ട് ഓർഡർ ചെയ്തത് ഖത്തർ ഷാമ്പയിൻ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, അതായത് 7 നമ്മുടെ ആപ്പിൾ ഫിസും മിക്സ് ചെയ്തുള്ളൊരു സാധനം. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ വെർത്ത് പ്രൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റം, അതായത് ഇഞ്ചിപ്പുളി ചിക്കൻ, അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ അടിപൊളി എന്ന് പറഞ്ഞൊരു ഒറ്റ ഡിഷ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഇഞ്ചിപ്പുളി ചിക്കനായിരുന്നു. പിന്നെ നമ്മൾ നൂൽ പൊറോട്ട, കാട മസാല, പിന്നെ കുട്ടനാടൻ ഡക്ക് റോസ്റ്റ്, അതുപോലെ മുട്ടയപ്പം, അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫിഷ് നിർവാണ മെയിൻ. സോ അതും കൂടെ കഴിക്കാം എന്നുള്ള രീതിയിൽ, അത് ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ളൊരു ഫുഡായിരുന്നല്ലോ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല. മേ ബി നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് തേങ്ങാപ്പാൽ അവൈലബിൾ ആവാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റി ആൻഡ് ക്രീമി ആയിരിക്കും. അതാണ് എനിക്ക് ആ കറിയിൽ ഫീൽ ചെയ്തത്. ഒരു ഒതൻറ്റിക് ഒരു ഫിഷ് കറീനൊക്കെ പുറമെ ഭയങ്കരമായിട്ട് കോക്കനട്ടിൻ്റെ ആ സ്വീറ്റ്നെസ്സും ക്രീമിയും ആയിരുന്നു അതിൻ്റെ മേലെ നിന്നുകൊണ്ടിരിക്കുന്നത്. അതർ ദാൻ ദാറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാട മസാല ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. സ്പൈസി ആയിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടനാടൻ ഡക്ക് റോസ്റ്റും, അതും ഞാനധികം ഡക്കിൻ്റെ മീറ്റ് ഫാൻ അല്ല, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. പ്രത്യേകിച്ച് നൂൽ പൊറോട്ട ഭയങ്കര സോഫ്റ്റ് ആൻഡ് ലെയേർഡ് ആയിരുന്നു. പിന്നെ മുട്ടയപ്പം അതുപോലെ ഒത്തിരി ഞാൻ കഴിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയുള്ളൂ. പക്ഷേ അതിൽ ചുമ്മാ ആ ഒരു നമ്മുടെ ബുൾസൈക്കൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ വരത്തില്ലേ, അതുപോലെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തത് ഉണ്ണിയപ്പം ഫലൂദ. അതും കുറച്ച് ഹൈപ്ഡ് ആയിരുന്നല്ലോ, അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ കഴിച്ചു ഒരുപാട് ഉണ്ണിയപ്പമൊക്കെ അതിൻ്റെ മേലിട്ട്, അതായത് ഒരു ഫലൂദൻ്റെ പുറമെ ഉണ്ണിയപ്പമൊക്കെ ഇട്ട് ഒരു പായസ ടേസ്റ്റും എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഫിഷ് നിർവാണയുടെ കേസ് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ വേറൊരു ഐറ്റം ഉണ്ട് ട്രൈ ചെയ്ത് നോക്കുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോക്കനട്ട് പുഡിങ് തന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ പ്രസൻറ്റേഷൻ ആയാലും എനിക്ക് ആ പ്ലേറ്റും എല്ലാം ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടമായി. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണും. സോ ബൈ.